ശിവഭഗവാനും പാർവതീദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന പ്രശസ്ത ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. എല്ലാ വർഷവും അക്കരെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രങ്ങളിലായി 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മെയ് 29 നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ജൂൺ 24 തൃക്കലശാട്ടോടെ സമാപിക്കും. അതായത് ഇടവ മാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെയുള്ള 28 ദിവസങ്ങൾ. മെയ് 31 മുതൽ ജൂൺ 20 ഉച്ചവരെ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം. ബാവലിപ്പുഴയിൽ കുളിച്ച് ഈറനോടെയാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. വൈശാഖ മഹോത്സവം നടക്കുന്ന 28 ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജയും പ്രവേശനവും. ബ്രാഹ്മണർക്കും ആദിവാസികൾക്കുമെല്ലാം ഇവിടെ ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. 64 കുടുംബങ്ങളാണ് ഓരോ ചടങ്ങിന്റെയും അവകാശികൾ. ഇവർ ഓലമേഞ്ഞ ചെറിയ കുടിലുകൾ കെട്ടി ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കും. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ 28 ദിവസവും ഈ കുടിലിലാണ് താമസിക്കുന്നത്. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് ഒരു വാൾ കൊണ്ടുവരുന്ന ആചാരത്തോടെയാണ് വൈശാഖ മഹോത്സവ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. പിറ്റേന്ന് വിശാഖ നക്ഷത്രത്തിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് ചടങ്ങ് നടക്കുന്നു. അടുത്തുള്ള മണത്തണ ഗ്രാമത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് സ്വർണം, വെള്ളി പാത്രങ്ങൾ, സ്വർഗീയ ആഭരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നു. ഉത്സവവേളയിലെ ഒരു പ്രധാന ആചാരമാണ് ഇളനീർ വയ്പ് അല്ലെങ്കിൽ സ്വയംഭൂ ശിവലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കൽ. ഈ പ്രത്യേക ദിനത്തിൽ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് ഇളനീരുകൾ സമർപ്പിക്കുന്നു. അടുത്ത ദിവസം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ശേഖരിച്ച ഇളനീർ വെള്ളം ഇളനീരാട്ടം എന്നറിയപ്പെടുന്ന വിഗ്രഹത്തിൽ ഒഴിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആചാരമാണ് രോഹിണി ആരാധന. ഇതിന്റെ ഭാഗമായി കുറുമാത്തൂർ നമ്പൂതിരിപ്പാട് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ ശിവലിംഗത്തെ കെട്ടിപ്പുണർന്ന് ആരാധിക്കുന്നു. സതി നഷ്ടപ്പെട്ടതിന് ആശ്വാസം നൽകാൻ ബ്രഹ്മാവ് തന്നെ ശിവനെ ആരാധിക്കുന്നു എന്നതാണ് ഈ ആചാരത്തിന് പിന്നിലെ വിശ്വാസം. ഉത്സവത്തിന്റെ ഭാഗമായി ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് 2 ആനകൾ എഴുന്നള്ളിപ്പ് നടത്തുന്നു. അതിനുശേഷം ആനകൾക്ക് നല്ല ഭക്ഷണം നൽകുകയും ഔപചാരികമായ വിടവാങ്ങൽ നൽകുകയും ചെയ്യുന്നു. വൈശാഖ മഹോത്സവത്തിലെ 28 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ: